യൂത്ത് ലീഗ് നേതാവ് VK ഫിറോസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്, സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് KT ജലീൽ. അതേസമയം KT ജലീലിന്റെ മറ്റൊരു അഴിമതി കൂടി പിടിക്കപ്പെടാൻ പോകുന്നതിന്റെ വെപ്രാളമാണ് ഇപ്പോൾ കാണിക്കുന്നതെന്നതാണ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ മറുപടി. തനിക്ക് ബിസിനസ് ഉണ്ട്, അഴിമതി നടത്താതെ എന്തെങ്കിലും തൊഴിലോ ബിസിനസ്സോ ചെയ്യാൻ KT ജലീലും തയ്യാറാകണം എന്നായിരുന്നു ഫിറോസിന്റെ പ്രതികരണം. തന്റെ പ്രധാന ആരോപണങ്ങൾ ഫിറോസ് അംഗീകരിച്ചു കഴിഞ്ഞു. ബിസിനസിന്റെ വിശദാംശങ്ങൾ ഫിറോസ് പുറത്തുവിടണമെന്ന് ഇന്ന് KT ജലീൽ വീണ്ടും ആവശ്യപ്പെട്ടു. കേരളത്തിലെ ജനങ്ങളുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത്. ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി, വെപ്രാളം, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത്. ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ്, എനിക്കതിൽ അഭിമാനമുള്ള ആളാണ്. KT ജലീലിനോടും പറയാനുള്ളതാണ്, തൊഴിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് നിഷേധിച്ചിട്ടില്ല. എല്ലാം അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന പൊളിറ്റിക്കൽ കുമ്പിടിയല്ല, സാക്ഷാൽ മായാവി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ PK ഫിറോസ്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്നുണ്ട്. ഷഹീദ്, ഇപ്പോൾ ആരോപണ പ്രത്യാരോപണമാണ്, പക്ഷേ വളരെ പ്രധാനം രാഷ്ട്രീയത്തിലെ സാമ്പത്തിക ഇടപാടാണല്ലോ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നത് നല്ല കാര്യമാണ്. രാഷ്ട്രീയം ഒരു വരുമാന മാർഗമല്ലാതെ അയാൾ സ്വന്തം നിലയിൽ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിനെ സ്വാഭാവികമായി എതിർക്കപ്പെടേണ്ടതില്ല. ഇവിടെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലും ഇടപാടുണ്ട് എന്നാണോ? ഇപ്പോൾ KT ജലീൽ നിരന്തരമായി ഈ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തണം എന്ന് ഫിറോസിനോട് ആവശ്യപ്പെടുന്നു. ഫിറോസ് തിരിച്ചും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഏത് സ്വഭാവത്തിൽ വന്നു നിൽക്കുന്നു? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ വഴി, പ്രത്യേകിച്ചും ഫേസ്ബുക്ക് വഴി ജലീലും PK ഫിറോസും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടലായിരുന്നു. അതായത് ഇതിപ്പോൾ പരസ്യമായി തന്നെ നേരിട്ട് വന്നുള്ള ഒരു പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് KT ജലീൽ തുടർച്ചയായി ആരോപിച്ചുകൊണ്ടിരുന്നത് PK ഫിറോസ് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പദം വഹിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക അഴിമതി നടത്തി, സംഘടനയുടെ ഫണ്ട്, കത്വ ഉന്നാവ ഫണ്ട്, ധോത്തി ചലഞ്ച് വഴിയൊക്കെ ലഭിച്ച പണം, കോടികൾ സ്വന്തം പോക്കറ്റിലേക്ക് വകമാറ്റി അങ്ങനെ വലിയ സാമ്പത്തിക അഴിമതി നടത്തി അതിൽ നിന്ന് ലഭിച്ച വരുമാനം കൊണ്ടാണ് ഇങ്ങനെ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും കേരളത്തിലുള്ള ഒരു ചിക്കൻ ഭക്ഷ്യ ഉൽപ്പന്ന കമ്പനി, കേരളത്തിലും പുറത്തുമൊക്കെ ശാഖയുള്ള വലിയ ബ്രാൻഡായ കമ്പനിയിൽ ഫിറോസിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. 2 സ്ഥലങ്ങളിലെ ഫ്രാഞ്ചൈസി ഫിറോസിൻ്റെ പേരിലാണുള്ളത്. മറ്റ് ചില ഇൻവെസ്റ്റുകളുമുണ്ട്. ഒപ്പം തന്നെ ദുബൈയിലെ ഒരു കമ്പനിയിൽ, ഒരു ഫോർച്യൂൺ ഹൗസ് എന്ന പേരുള്ള ഒരു കമ്പനിയിൽ ഫിറോസിൽ അതിലെ ജീവനക്കാരനാണ്, അവിടെ ജോബ് വിസയുണ്ട്. അതിൽ നിന്നും 5.5 ലക്ഷം രൂപ മാസവരുമാനം ലഭിക്കുന്നു. ഈ കമ്പനിയെക്കുറിച്ച് ജലീൽ പ്രധാനമായും ആരോപിച്ചിരുന്നത് ഇതൊരു തട്ടിക്കൂട്ട് കമ്പനിയാണ്. കേരളത്തിൽ നിന്നുള്ള റിവേഴ്സ് ഹവാല വെളുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫിറോസിൻ്റെ PK ഫിറോസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്. 3 പേർ മാത്രമാണ് അവിടെ ജീവനക്കാരായുള്ളത് എന്ന് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ജലീൽ ഉന്നയിച്ചിരുന്നത്. അതായത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും അതിൻ്റെ ഇങ്ങനെ ഭാരവാഹിത്വത്തിലുള്ള ഒരാൾ ഇങ്ങനെ മുഴുവൻ സമയ ജോബ് വിസ എടുക്കുകയോ അങ്ങനെ ഒരു പണം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എവിടെ നിന്നാണ് ഈ പണമൊക്കെ ഫിറോസിന് ലഭിച്ചതെന്നാണ് KT ജലീൽ ചോദിച്ചത്. അതിനാണ് ഇന്ന് PK ഫിറോസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫേസ്ബുക്കിലൂടെ മാത്രമായിരുന്നു ഫിറോസിൻ്റെ മറുപടി. ഇന്ന് നേരിട്ട് ഫിറോസ് മറുപടി പറഞ്ഞു. അതായത് KT ജലീൽ ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം ഒരു വരുമാനമായി മാർഗമായി കാണരുത്, ബിസിനസ് മറ്റ് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് പുറത്ത് വരുമാനം ഉണ്ടാക്കണമെന്നാണ് തന്റെ നിലപാട്. തനിക്ക് ബിസിനസ് ഉണ്ട്, ജലീൽ പറഞ്ഞ എല്ലാ ബിസിനസ്സും തനിക്കുണ്ട്, പക്ഷേ അതെല്ലാം നിയമവിധേയമാണ്, അനധികൃതമായ പണമില്ല എന്ന് തുടങ്ങിയുള്ള വിശദീകരണമാണ് ഫിറോസ് നൽകുന്നത്. പക്ഷേ അപ്പോഴും ഒരു കാര്യം, ദുബൈയിലെ ഈ കമ്പനി അത് എവിടെയാണ്, ആരാണ് നടത്തുന്നത്, ആരാണ് ഉടമസ്ഥത എന്നുള്ള ചോദ്യങ്ങൾക്ക് ഫിറോസിന് കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ചോദ്യങ്ങളോട് ഫിറോസ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിക്കേണ്ടതില്ല എന്നുമാണ്. ആ കാര്യമൊക്കെ വഴിയെ അറിഞ്ഞുകൊള്ളുമെന്ന്. ഇതാണ് ഇപ്പോഴത്തെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു സ്ഥിതി ഇങ്ങനെയാണ്. വിശദമായി നമ്മൾ ഈ വിഷയത്തിലേക്ക് പോകുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസിന്റെ ഒപ്പം ശ്രീ ഷാഫി ചാലിയും നമുക്ക് പോകുന്നുണ്ട്. KT ജലീലിന്റെ മറ്റൊരു അഴിമതി കൂടി പിടിക്കപ്പെടാൻ പോകുന്നതിന്റെ വെപ്രാളത്തിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതാണ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ ഇന്നത്തെ പ്രതികരണം. തനിക്ക് ബിസിനസ് ഉണ്ട്, അഴിമതി നടത്താതെ എന്തെങ്കിലും തൊഴിലോ ബിസിനസ്സോ ചെയ്യാൻ KT ജലീലും തയ്യാറാകണമെന്ന് ഫിറോസ് പറയുന്നു. തന്റെ പ്രധാന ആരോപണങ്ങളെല്ലാം ഫിറോസ് ഇതിനകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. ബിസിനസിന്റെയും സാമ്പത്തിക സ്രോതസ്സിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നും KT ജലീൽ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. ശ്രീ റെജി ലൂക്കോസും ഒപ്പം ശ്രീ ഷാഫി ചാലിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, കഴിഞ്ഞ കുറേ ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നു. അതിന് പിന്നാലെ തനിക്ക് ബിസിനസ് ഉണ്ട് എന്ന കാര്യം PK ഫിറോസ് സമ്മതിക്കുന്നു. ഇപ്പോൾ ഫിറോസ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു ബിസിനസ് ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം? ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നതല്ലേ ശരിയായ മാർഗം, അല്ലാതെ രാഷ്ട്രീയത്തെ ഒരു ബിസിനസ്സാക്കി മാറ്റാതിരിക്കുന്നതല്ലേ നല്ലത്. ആ വാദം നിലനിൽക്കുന്നതാണോ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന്? ശ്രീ
ഒരു നിമിഷം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ ഷാഫി ചാലിയം, ഇപ്പോൾ തുടരെ ആരോപണങ്ങൾ വരികയാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സ്വന്തം നിലയിൽ ബിസിനസ് ഉണ്ട് എങ്കിൽ അത് നല്ല കാര്യം എന്ന നിലയിലാണ് പൊതുസമൂഹം കാണുക. മറ്റൊരു അഴിമതിയും നടത്താതെ അയാൾ രാഷ്ട്രീയ പ്രവർത്തനം കൂടി നടത്തുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ PK ഫിറോസിന് എതിരെ വന്നിരിക്കുന്ന വിവരങ്ങൾ, ഇപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ്സിൽ പങ്കാളിത്തമുണ്ട്, അതിന് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് പണം എവിടെ നിന്ന് ലഭിച്ചു, ദുബായിൽ ജോബ് വിസയുണ്ട്, അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതായി ആണ് ആരോപണത്തിൽ വന്നിരിക്കുന്നത്, മാസം 5 ലക്ഷത്തിന് മുകളിൽ അവിടെ നിന്ന് വരുമാനം ലഭിക്കുന്നു. ഈ ഗൾഫിലെ ജോലിയൊക്കെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഫുൾ ടൈം നിൽക്കുന്ന ഒരാൾക്ക് അത് പ്രായോഗികമാണോ എന്ന സംശയമാണ്. അല്ല, അതിനൊക്കെ കൃത്യമായ വിശദീകരണം നിങ്ങളെ വാർത്താലേഖകർക്ക് ഇന്ന് അദ്ദേഹം നൽകുകയുണ്ടായല്ലോ. തിരിച്ചും മറിച്ചൊക്കെ ഒരുപാട് ചോദ്യം ചോദിച്ചില്ലേ? എല്ലാ ചോദ്യത്തിനും കൃത്യമായി ഫിറോസ് ഉത്തരം പറഞ്ഞല്ലോ. ഫിറോസ് നടത്തിയ നിയമവിരുദ്ധ പ്രവൃത്തി ഏതാണ് അത് പറ. എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഗൾഫിൽ അദ്ദേഹത്തിന് ജോലിയുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനം എന്നതിനപ്പുറത്ത് വളരെ അസ്വാഭാവികമാണ്. ഇപ്പോൾ ഗൾഫിൽ ഒരു സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് സാധാരണ ഒരു ശമ്പളമല്ല, വലിയ ശമ്പളമാണ്. 5 ലക്ഷത്തിലധികം രൂപ ശമ്പളം ലഭിക്കുന്നു എന്നാണ് ഈ ആരോപണങ്ങൾ മനസ്സിലാകുന്നത്. അത്രയും പണം ലഭിക്കുന്നു. ഇവിടെ ഫുൾ ടൈം നിൽക്കുന്ന ഒരാൾക്ക് അവിടെ എങ്ങനെ ജോലി ചെയ്യാൻ കഴിയും? അതൊക്കെ പ്രായോഗികമായി നടക്കുന്ന കാര്യമാണോ? ഇപ്പോൾ KT ജലീൽ ആരോപിക്കുന്നത് ഒരു കടലാസ കമ്പനിയാണ്, 3 ജീവനക്കാർ മാത്രമാണുള്ളത്, ഇത് ഹവാലയും റിവേഴ്സ് ഹവാലയ്ക്കും ഒക്കെ വേണ്ടി തട്ടിക്കൂട്ടിയ സംവിധാനമാണ് എന്നാണ്. അവിടെയാണ് സംശയവും ചർച്ചയും ഒക്കെ വരുന്നത്. അതൊക്കെ ആരോപണം ഉന്നയിച്ച ആളാണ് തെളിയിക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പോൾ ഗൾഫിൽ ഫുൾ ടൈം ഇവിടെയാണ്. എന്താണ് ഫുൾ ടൈം ഇവിടെയാണെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളൊക്കെ തന്നെ ഇവിടെയും ഉണ്ടാവും അവിടെയും ഉണ്ടാവും. രാവിലത്തെ വിമാനത്തിന് ദുബായിക്ക് പോയിട്ട് വൈകുന്നേരത്തെ വിമാനത്തിന് തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ. ഇന്ന് പണ്ടത്തെ പോലെയല്ല ഗൾഫിലൊക്കെ പല രീതിയിലുള്ള കമ്പനികൾ, അതൊക്കെ അവിടെ ഇവിടത്തെക്കാളും കർശനമായ നിയമവ്യവസ്ഥയാണ്. അവിടെ എന്താ ഒരു കമ്പനി ഉണ്ടാക്കിക്കൂടെ പോയിട്ട്? ഇടതുപക്ഷത്തിൻ്റെ എത്ര പേർക്ക് അവിടെ കമ്പനി ഉണ്ട്? ഞാൻ ആളെ പേര് പറയണം, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ റജി ലൂക്കോസിനെ പോലെ നിരീക്ഷകരായി വരുന്ന ചില ആളുകളുണ്ട്, നല്ല വ്യക്തികളാണ്. അവർക്കൊക്കെ ദുബായിൽ പല കമ്പനികളുണ്ട്. ഇവിടെ നിങ്ങളെ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറഞ്ഞിരിക്കാറുണ്ട്. എന്താ ഇപ്പോൾ അതിൽ കുറ്റമൊന്നും? പിന്നെ സാലറി, ആ സാലറി എത്ര കൊടുക്കണമെന്ന് അവിടുത്തെ കമ്പനിയല്ലേ തീരുമാനിക്കേണ്ടത്. ആ സാലറി കൊടുക്കുന്നതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് എന്താ കുഴപ്പമുള്ളത്? ആർക്കാ കുഴപ്പമുള്ളത്? പിന്നെ എന്തൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടത്? ഇദ്ദേഹത്തിൻ്റെ ആരോപണം എന്താണ്? അദ്ദേഹം എന്തോ ഒരു പേര് ഉപയോഗിച്ച് എന്തോ ഒരു ബിനാമി, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും അല്ലേ? അപ്പോൾ നാളെ ഒരു മാനനഷ്ടത്തിന് ഒരു കേസിന് പോയാൽ രക്ഷപ്പെടാൻ വേണ്ടി മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രയോഗങ്ങൾ നടത്തുന്നത്. ഫിറോസ് ഒരു കാര്യം ഇന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കടുകമണി തൂക്കം കുറ്റം ചെയ്ത ആളാണ് ഞാനെങ്കിൽ എന്നോട് ഒരു ദയാപരമായ സമീപനവും സ്വീകരിക്കാൻ സാധ്യതയില്ലാത്തൊരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിലെ ഈ മന്ത്രിയെ രാജിവെപ്പിച്ചത് PK ഫിറോസാണ്. പ്രമുഖനായ പാർട്ടി സെക്രട്ടറിയുടെ മകൻ 1 വർഷം ജയിലിൽ കഴിയാൻ ഇടയായത് ഫിറോസ് നടത്തിയ വർക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഫിറോസിന് നേരെ എന്തെങ്കിലും ചെറിയ ഒരു കടുകുമണി തൂക്കം അളവ് എന്താ കിട്ടിയാൽ ആക്ട് ചെയ്യുന്നൊരു ഗവൺമെൻറ് അവിടെ ഉള്ള. എന്താ ഗവൺമെൻറ് ആക്ട് ചെയ്യാത്തത്? ഇത്രയധികം ദുരൂഹമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ KT ജലീൽ ഭരണകക്ഷിയുടെ ഭാഗമല്ലേ? എന്താണ് ഇവിടുത്തെ അന്വേഷണ ഏജൻസികളോട് എന്താണ് വാർത്താ സമ്മേളനം നടത്തലും ഫേസ്ബുക്കിൽ ഇങ്ങനെ തോണ്ടിക്കളിക്കലായി വേണ്ടി? അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്ന് ഫിറോസ് ഇതാ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് നടത്തി? ഗൾഫിൽ കമ്പനി തുടങ്ങുന്നതും ബിസിനസ് ചെയ്യുന്നതും അതിന് ആ കമ്പനി 5.5 ലക്ഷം റുപ്യ ഇനി കൊടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ അതിന് ജലീലിനെന്താ? ഈ സ്റ്റേറ്റിന് എന്താ ബാധിക്കണത്? അത്രയും മണി ഇവിടെ ഈ സ്റ്റേറ്റിൽ എത്തല്ലേ? നമുക്ക് നല്ലതല്ലത്. എന്താ കുഴപ്പമുള്ളത്? ഇപ്പം ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാണ്. എന്താണ് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല? ഇവരൊക്കെ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരാ. ഞങ്ങളൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പല ബിസിനസ്സിലും പങ്കാളികളാകുന്നവരാ. എനിക്കുണ്ട് ബിസിനസ് സ്വന്തമായിട്ട്. കൃത്യമായി എല്ലാ മാസവും ഞങ്ങൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട്, എല്ലാ കൊല്ലം കൊടുക്കുന്നുണ്ട്. വളരെ സുതാര്യമാണ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ? ഫിറോസ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എല്ലാറ്റിനും മറുപടി പറഞ്ഞു കഴിഞ്ഞു. മറുപടി പറഞ്ഞു. കൂടുതൽ വിശദീകരണം വരട്ടെ. അങ്ങ് ആമുഖമായി അല്പം ദീർഘമായി സംസാരിക്കട്ടെ എന്ന് കരുതിയാണ്. കാരണം എന്താണ് PK ഫിറോസുമായി ബന്ധപ്പെട്ടവരുടെ ലീഗിന്റെ ഒക്കെ നിലപാട് എന്നത് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവുമല്ലോ. കാരണം ഒരു ചർച്ച വരുമ്പോൾ അതിന്റെ ന്യായവും
അന്യായവും ഒക്കെ സ്വാഭാവികമായും വ്യക്തമാകേണ്ടതുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഒരു നിലപാട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പ്രാഥമികമായി അങ്ങ് ദീർഘമായി സംസാരിച്ചപ്പോൾ അത് വ്യക്തമാകുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ദുബായിൽ ജോലി ചെയ്തുകൂടെ എന്നാണ് ശ്രീ ഷാഫി ചാലിയൻ ചോദിക്കുന്നത്. രാവിലെ ഒരു വിമാനത്തിൽ കയറിയാൽ അവിടെ എത്താം, വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചു വരാം, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഷാഫി ചാലിയത്തെ പോലെ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ലീഗിന്റെ സമന്വിതനായ വ്യക്തിത്വം ഈ ഫിറോസിനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗതികേടുമുണ്ട്. PK ഫിറോസിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ആദ്യമല്ല കേരളത്തിലെ പൊതു അന്തരീക്ഷത്തിൽ വരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ പാർട്ടിയുടെ യൂത്ത് ലീഗിന്റെ സമന്വിത നേതാവായിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ PK ഫിറോസിനെ കുറിച്ച് വളരെ, അതായത് കേരളത്തിലെ പൊതുസംഭവം മൂക്കത്ത് വിരൽ വിളക്കുന്ന ആരോപണങ്ങൾ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്. കത്വ, അത് കാശ്മീരിലെ കത്വയിലും UP യിലെ ഉന്നാവയിലും 2 പെൺകുട്ടികൾ പീഡിപ്പിച്ച് മരണപ്പെട്ടപ്പോൾ ആ പെൺകുഞ്ഞുങ്ങളുടെ വീടുകൾക്ക് സഹായിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവ് നടത്തി കോടികൾ. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, അത് പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ പോലും പിരിവ് നടത്തി. 1 രൂപ പോലും ആ പെൺകുട്ടികളുടെ വീടുകളിലേക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞത് ആരാന്നറിയോ? കത്വ പെൺകുട്ടിയുടെ അമ്മ ഡൽഹിയിൽ വനിതാ അഭിഭാഷകരോടൊപ്പം പത്രസമ്മേളനം നടത്തി. ഈ നിമിഷം വരെ ആരോപണത്തിന് ഫിറോസ് മറുപടി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ളൊരു PK ഫിറോസിനെ ഈ 10 വർഷക്കാലം നീണ്ട രാഷ്ട്രീയ പദവിയിൽ ഇരുത്തുമ്പോൾ ആ പാർട്ടി ഒന്ന് ആലോചിക്കണം. ബിസിനസ് ചെയ്യാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ആർക്കും അവകാശമുണ്ട്. അത് ഏത് രാഷ്ട്രീയക്കാരനും അവകാശമുണ്ട്, ഒരു സംശയമില്ല. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയൻ പറഞ്ഞില്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയോട് പൈസ ഒന്നും കിട്ടത്തില്ല, ഞങ്ങളൊക്കെ വേറെ ബിസിനസ് ചെയ്താൽ ജീവിക്കണം എന്ന് പറഞ്ഞത് ഐ റിയലി അപ്രീഷിയേറ്റ്. ഒരു സംശയമില്ല കാര്യത്തിൽ. രാഷ്ട്രീയം കൊണ്ട് നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തകർ ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൈസ ഉണ്ടാകത്തില്ല. അവന്റെ കയ്യിൽ നിന്ന് കാശ് പോകത്തേ ഉള്ളൂ, വണ്ടിക്കൂലി ഡീസൽ അടിക്കുന്ന പൈസ വരെ. പക്ഷെ ഫിറോസിന് ചരിത്രം അതല്ല. ഫിറോസ് കൂടെ ഇന്ന് പരാജയപ്പെട്ടു, പത്രസമ്മേളനം നടത്തി. ഞാൻ ചോദിച്ച 2 കാര്യങ്ങളുണ്ട്. ഫിറോസിനോട് ന്യായപ്പെട്ടു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ, യൂത്ത് ലീഗിന് ഉത്തരവാദിത്തപ്പെട്ട തലപ്പത്തിരിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് എന്താണെന്നുള്ളതും അതിന്റെ നേച്ചർ എന്താണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് എവിടാണ് ആ സ്ഥാപനം? ദുബായിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ല എന്നുള്ളത് KT ജലീൽ പറഞ്ഞു. ഇന്നോടത്താണ് അതിന്റെ അഡ്രസ്, ഇന്ന കെട്ടിടത്തിലാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തല്ലേ. കാരണം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. ഈസ് നോട്ട് ഓൺലി എ ബിസിനസ്മാൻ. ഇപ്പോൾ അദ്ദേഹം അത് വെളിപ്പെടുത്തിയാൽ, ഏത് സ്ഥാപനമാണ് എന്ന് വെളിപ്പെടുത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പോൾ KT ജലീലിന്റെ ആരോപണത്തിന്റെ ഗൗരവത്തെ ഇടതുപക്ഷം എത്രത്തോളം ആ സ്വഭാവത്തെ, ആരോപണത്തിന്റെ സ്വഭാവത്തെ എത്ര ഗൗരവത്തിൽ കാണുന്നുണ്ട്? ഇപ്പോൾ നാളെ PK ഫിറോസ് വാർത്താ സമ്മേളനം നടത്തുകയാണ്. താൻ പറയുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കമ്പനി ഇതാണ് അതിന്റെ വിലാസം, ഇത് പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ തനിക്കിപ്പോൾ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന അത്തരത്തിൽ ഒരു ചെയിനായിട്ടുള്ള ഒരു ബിസിനസ് സംവിധാനമാണ്, അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിനെന്താണ് പ്രശ്നം? അക്കാര്യങ്ങളൊക്കെ, അത്തരം വിവരങ്ങളൊക്കെ പറഞ്ഞാൽ തീരുന്നിടത്താണോ KT ജലീലിന്റെ ആരോപണം നിൽക്കുന്നത്? അല്ല, അതിനകത്തൊരു വിരോധാഭാസമുണ്ട്. KT ജലീൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇദ്ദേഹത്തിനെതിരെ തെളിവുകൾ സഹിതം പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ഇന്ന് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ സാധിക്കാൻ സാഹചര്യം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഈ സ്ഥാപനമാണ്, ഇത് ഇന്നോടത്താണ്, ഇന്ന ലൊക്കേഷനാണ്, ഏത് മലയാളിക്കും ഏത് ദുബൈയിലെ മാധ്യമപ്രവർത്തനം പോയി നോക്കാം എന്ന് പറയാൻ ബാധ്യതയില്ലേ? 5,5 ലക്ഷം രൂപ അദ്ദേഹം കൈപ്പറ്റുന്നതെന്നൊന്നും ഞങ്ങൾക്കാർക്കും ഒരു എതിരുമില്ല, അത് അദ്ദേഹത്തിന് റൈറ്റാ. പക്ഷെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാവുന്നവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകര്. ദുരൂഹമായ രീതിയിലുള്ള ഇത്തരം വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വ്യക്തിത്വം പുലർത്തുന്നവർക്ക് മറുപടി പറയാൻ ബാധ്യതയില്ലേ? അതേ ആദ്യം ചെയ്യേണ്ടതല്ലേ? ഈ പറഞ്ഞ KT ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ചയ്ക്ക് പോലും പ്രാധാന്യമില്ല. അദ്ദേഹത്തിന് കാനഡയിൽ ബിസിനസ് വിസയുണ്ട്, അമേരിക്കയിൽ ബിസിനസ് വിസയുണ്ട്, UK യിലുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, അത് അതേ MG ഉണ്ട്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഏറ്റവും ചുരുങ്ങിയത് സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് പറഞ്ഞേ പറ്റൂ. ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് സംശയം നിലനിൽക്കും. എന്തുകൊണ്ടാണ് ഉന്നാവ കത്വ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് ഈ PK ഫിറോസിന് അക്ഷരം പോലും ഉണ്ടാത്തത്? ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിലയിലുള്ള സമന്വിതനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ, പാണക്കാട് തങ്ങളെ പോലെ, ഇദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ നേതാവായ മുനീർ അലി തങ്ങളെ പോലുള്ളവർക്ക് ബാധ്യതയില്ലേ? ഇദ്ദേഹത്തിനെ പോലുള്ളവരോട് മറുപടി സമൂഹത്തിനോട് പറയാറുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഏറെ റെസ്പെക്ട് ചെയ്യുന്ന, ഈ ചർച്ച എന്നോടൊപ്പം പങ്കെടുക്കുന്ന ഷാബി ചാലിത്തിനെ പോലും ഞങ്ങൾ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന, ഇവരുടെ പേരിലൊക്കെ ഒരു ആരോപണങ്ങളും ഇവിടെ ഇല്ലല്ലോ. PK ഫിറോസിന് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് അറ്റ്ലീസ്റ്റ് ആ പാർട്ടിയോടെങ്കിലും നീതി പുലർത്തണമെങ്കിൽ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയണമായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു ബ്ലണ്ടർ എന്താ അറിയോ? അത് രതീഷ് ശ്രദ്ധിച്ചോ? ഒരു വലിയ ആരോപണം, അഴിമതി ആരോപണം KT ജലീലിനെ കുറിച്ച് വരാൻ പോകുന്നു, അതിന്റെ പരിഭ്രമമാണത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ഫിറോസ്, താങ്കൾക്ക് ഇപ്പൊ അതൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനായി പുകവര നടത്തുന്നത്? താങ്കളെ കുറിച്ച് കൃത്യമായിട്ട് രേഖകൾ ചെയ്തതല്ലേ KT ജലീല് ഈ ആരോപണം ഉന്നയിച്ച്? അദ്ദേഹം നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാ, ഞാൻ 1-2 പേപ്പറോട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് വേറെ ആരോപണം പറയുന്നില്ല എന്ന് പറഞ്ഞു. എത്ര അന്തസ്സാണ് KT ജലീൽ പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞതോ, ഇദ്ദേഹത്തിന് അതുവരെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം കൊടുത്ത അഫിഡവിറ്റ് തെറ്റാ.
കാരണം അതിൽ ഇദ്ദേഹം ഒരു ബിസിനസ്മാൻ എന്ന് പറയുന്നില്ല. 2017 19 മുതൽ അദ്ദേഹത്തിനോട് റെസിഡൻഷ്യൽ വിസയുണ്ട്. അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, അത് എവിടുന്ന് കിട്ടി, സോഴ്സ് ഓഫ് ഇൻകം എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തണ്ടേ. അതല്ലേ ഒരു പൊതുപ്രവർത്തന എന്താ പറയാ പ്രാഥമികമായിട്ടുള്ള കടമ. ശരിയാണ്. ശ്രീ ഷാഫി ചാലിയം, ഇവിടെയാണ് ചില പ്രശ്നങ്ങൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന വരുമാനം, അതേക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. പിന്നീട് ഈ ഇൻവെസ്റ്റ്മെന്റിനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു? ഇപ്പോൾ വലിയൊരു ആരോപണം കഴിഞ്ഞ കുറച്ചു കാലമായി കെ ടി ജലീൽ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവുകളിൽ വലിയ ക്രമക്കേടുണ്ടായിട്ടുണ്ട്, അങ്ങനെ പണം തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിന്റെ നിജസ്ഥിതിയൊന്നും അത്തരം വിവരങ്ങളൊന്നും തെളിവുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ കുറെ കൂടി വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം പി കെ ഫിറോസിനുണ്ടല്ലോ. കാരണം ഫണ്ട് പിരിവിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ ഈ ബിസിനസ്സുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്തു, തന്റെ ബിസിനസ്സാണ്, തനിക്ക് ഷെയർ ഉണ്ട്, തനിക്ക് അവിടെ നിന്ന് വരുമാനമുണ്ട് എന്നത് വ്യക്തമാക്കുമ്പോൾ ഇവയ്ക്കുള്ള ധനത്തിന്റെ വഴി എവിടെ നിന്നാണ് എന്നത് കുറെ കൂടി വ്യക്തമാക്കേണ്ടതില്ലേ? പിന്നെ ഞാൻ മാതൃഭൂമി വിളിച്ച ചർച്ചക്കാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കൈരളി ടി വിയിൽ ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താ ഫിറോസിനെ ഇങ്ങനെ ആഞ്ഞു തല്ലാൻ, ആക്രമിക്കാൻ, ആരോപിക്കാൻ അവതാരകനായ നിങ്ങൾക്ക് എന്താ അത്ര വലിയ തിടുക്കം? ഇല്ല, പ്രത്യേകമായി ഞാൻ പുതിയ ആരോപണങ്ങളൊന്നും ഉന്നയിച്ചില്ല. അത് സാധാരണ ചോദ്യങ്ങളല്ലേ? അല്ല, സാധാരണ ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. റെജി ലൂക്കോസ് പറഞ്ഞതും ജലീൽ ചൂണ്ടിക്കാണിച്ചതും അങ്ങയോട് ചൂണ്ടിക്കാണിച്ചു എന്നതേ ഉള്ളൂ. ഒരു മിനിറ്റ്, നിങ്ങൾ എന്നെ റിവേഴ്സ് എടുത്തിട്ട് നിങ്ങളെ ചോദ്യത്തിൻ്റെ ശൈലി എങ്ങനെയാണെന്നുള്ളതും ഈ കൈരളിക്കാർ ചോദിക്കുന്ന ശൈലി എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇവിടെ ഞാൻ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റെജിയോട് നിങ്ങൾ ചോദിച്ചോ? കെ ടി ജലീൽ ഭരണകക്ഷിയുടെ ഭാഗമാണ്. എന്തെങ്കിലും നിയമവിരുദ്ധമായ പ്രവൃത്തി നമ്മുടെ ഫിറോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിനെ കൊണ്ട് അന്വേഷിച്ച് വേണ്ടത് ചെയ്യണം. അത് ചെയ്യാതെ ഫേസ്ബുക്കിൽ തോണ്ടിക്കളിക്കണോ? വളരെ പ്രസക്തമായ ചോദ്യമല്ലേ ഞാൻ ചോദിച്ചത്, ഫിറോസ് ചോദിച്ചത്. അതിനെക്കുറിച്ച് റെജി ലൂക്കോസ് എന്ത് പറഞ്ഞോ? അത് റെജി ലൂക്കോസിന് പാസ് ചെയ്ത് കൊടുക്കാൻ ബാധ്യത നിങ്ങൾക്കില്ല അവതാരക എന്നുള്ളവർക്ക്? അല്ല, അത് പാസ് ചെയ്ത് കൊടുക്കാം. മാത്രമല്ല കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, അങ്ങ് ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത് വന്ന സംശയങ്ങൾ ചോദിക്കുന്നത്. റെജി പറഞ്ഞ കാര്യങ്ങൾക്ക് അതെ റെജി ലൂക്കോസ് പറഞ്ഞതിന് ഞാൻ മറുപടി പറയട്ടെ. ഇങ്ങോട്ട് നിങ്ങൾ അടുത്ത വിഷയത്തിലേക്ക് കിടക്കി. റെജി ലൂക്കോസ് കത്തുവ കേസിനെ കുറിച്ച് പറഞ്ഞു. കത്തുവ കേസിൽ ഫണ്ട് സമാഹരണം നടത്തിയത് യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയാണ്. യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് ആ പൈസ വന്നത്. ഇദ്ദേഹം വെറും കേരളത്തിലെ കേരള സംസ്ഥാന യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തെ എങ്ങനെ ആ ഫണ്ടായിട്ട് ബന്ധപ്പെടുക? കേരള സ്റ്റേറ്റ് കൊടുക്കേണ്ട വിഹിതം അവിടെ കൊടുത്തു. ഈ കത്തുവ കേസുമായി ഫിറോസ് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തല്ലോ. പിണറായി വിജയനെ പോലീസാണ് ആ എടുത്ത് കൊട്ടയ്ക്കിട്ടത്. അത് രാഷ്ട്രീയ പ്രേരിതരെന്ന് പറഞ്ഞത്. അപ്പം പിണറായി വിജയന്റെ പോലീസ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമർച്ചതാണെന്ന് പറഞ്ഞ് ചവറ്റുകൊട്ടകളുടെ കേസ് ഒരു ഉളുപ്പുമില്ലാതെ റെജി ലൂക്കോസ് ഇവിടെ ഒന്ന് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ റെജി, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ അത്യാവശ്യം നല്ല ഇന്റലിജന്റ് ആയ ഒരു വ്യക്തിയാണല്ലോ. വേണ്ടത്ര റെഫർ ചെയ്യാതെ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരരുത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതും ഒരു ഭാഗത്ത്. പിന്നെ ഈ ക്രെഡിബിലിറ്റിന്റെ പ്രശ്നം എന്താണ് നിയമവിരുദ്ധ പ്രവൃത്തി ഫിറോസ് ചെയ്തത്? അത് ചൂണ്ടിക്കാണിക്കേ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ചർച്ചയിൽ, മാതൃഭൂമിയിലെ നിങ്ങളെ ശമ്പളം എത്രയാണ് പറയാൻ ബാധ്യത നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? എൻ്റെ മുമ്പിൽ അതൊരു ക്യാമറമാൻ ഇരിക്കണം. അയാളോട് ചോദിക്കാൻ പറ്റും എനിക്ക് ഒരാളോട് ശമ്പളവും, പെണ്ണിനോട് വയസ്സും ആണിനോട് ശമ്പളം ചോദിക്കരുതെന്നൊരു ചൊല്ല് പോലുണ്ട് പണ്ട്. എത്രയോ പൈസ ആരെ കൊടുക്കട്ടെ, അത് നിയമവിരുദ്ധമായി വന്നതാണോ? അത് ഗവൺമെന്റ് മിഷനറി നിങ്ങളെ കയ്യിലാണുള്ളത്. പരിശോധിക്കേ. നിയമവിരുദ്ധമായി വരികയാണെങ്കിൽ നിങ്ങൾ ഫിറോസിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജയിലിട്ടോ. വെറുതെ ഇങ്ങനെ ഈ വഴിപോക്കന്മാർ പറയുന്നത് പോലെ ഇങ്ങനെ ഓരോന്ന് പിച്ചും പേയും വിളിച്ചു പറയുന്നത്. ഞാൻ ഒരൊറ്റ ചോദ്യം റെജി ലൂക്കോസിനോട് ചോദിക്കട്ടെ. എന്തുകൊണ്ട് മുസ്ലിം യൂത്ത് കേരളത്തിലെ പ്രതിപക്ഷത്തെ അതിശക്തമായ ഒരു യുവജന സംഘടനയാണ് യൂത്ത് ലീഗ്, അതിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് DYFI ഒരക്ഷരം പ്രതികരിക്കുന്നില്ല? ഒരക്ഷരം മുണ്ടിയോ? CPIM മുണ്ടിയോ? എന്താ മുണ്ടാത്തത്? എന്താ അവരൊന്നും ഏറ്റെടുക്കാത്തത്? ഏറ്റെടുക്കാൻ സഹയാത്രികരായ റെജി ലൂക്കോസിനെ പോലുള്ള വരുള്ളൂ. CPM എന്ന പാർട്ടി വരില്ല. വരുമ്പോൾ അറിയാം CPM പാർട്ടി നേതാക്കൾക്കൊക്കെ ഇതേപോലെ എത്ര വ്യവസായങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത്. എത്രയോ ലോജിസ്റ്റിക് കമ്പനികൾ ഇവിടുത്തെ പല ഇടതുപക്ഷ സഹയാത്രികളുടെ പേരിലും ദുബായിലുണ്ട്. എനിക്കറിയാം. അവരനുവാദം ഇല്ലാതെ ആ പേര് വിളിച്ചു പറഞ്ഞ് ശരിയല്ല എന്നുള്ളതൊക്കെ. ഒരാളോട് ഇങ്ങ് എത്ര എന്നാണ് ആരോപിക്കുക. ഇനിയിപ്പോൾ 5.5 ലക്ഷം ഉറുപ്പിക ഒരാൾക്ക് കിട്ടി എന്നത് അത് കുറ്റാണോ? പിന്നെ എന്തിനു കൊടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വീണയ്ക്ക് എന്തിനാണ്
പിന്നെ മറ്റേ ഇവിടുത്തെ കമ്പനി എന്താണ് മണൽവാരൽ കമ്പനി എന്തിനാ പൈസ കൊടുത്തത്? എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? ആ കമ്പനി വീണൊക്കെ എന്താ കൊടുത്തോട്ടെ, നിങ്ങൾക്ക് എന്ത് കാര്യം എന്നാ? അതേമാതിരി ദുബായിലെ കമ്പനി 5 ലക്ഷം ശമ്പളം കൊടുത്ത് നിങ്ങൾക്ക് എന്താണ്? ആട്ടുംപുറത്ത് രോമുണ്ടെങ്കിൽ പിന്നെ എന്താണ് ചൗരൻ എന്താന്നൊരു അമ്പട്ടാൻ എന്താന്നൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ ഈ സ്റ്റേറ്റിനെ ബാധിക്കുന്ന കാര്യമാണോ? ഈ സ്റ്റേറ്റിന് എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്നുമല്ല. വ്യക്തിപരമായി തൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഇടയാക്കിയ പോരാട്ടങ്ങൾക്ക്, നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ എന്താണ് അയാൾക്കെതിരെ ആക്ഷേപം ഉയർത്തുകയാണ്. ഇനിയിപ്പോൾ അയാൾക്കെതിരെ ജലീലിനെതിരെ ഒരു ആരോപണം ഉണ്ട് എന്ന് ഫിറോസ് പറയുന്നു, എനിക്കറിയില്ല. അടുത്ത് തന്നെ ഞാൻ അതിൻ്റെ തെളിവ് ശേഖരിച്ച് വരികയാണെന്ന് പറഞ്ഞു. അയാൾ തെളിവ് ശേഖരിച്ച അയാൾ വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാന്നല്ല, ഇതിലൊക്കെ എന്ത് കാതലാണുള്ളത്? അതാണ് ഇങ്ങനെ ചുമ്മാ ആരോപിച്ചിട്ടാണ്. ഹവാലയാണോ? ഹവാലയാണെന്ന് പറയില്ല, ഹവാലയാണോ എന്ന ചോദ്യം. അപ്പം എന്താണ് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഡിഫർമേഷൻ കേസ് കൊടുക്കാൻ പറ്റുമോ? ജനമധ്യത്തിൽ വെച്ച് എന്നോട് ചോദിച്ചൊന്ന് ഒരു ചോദ്യം. അപ്പം ഞാൻ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് നിങ്ങൾ ഹവാല നടത്തുന്ന ആളാണോ? ഫേസ്ബുക്കിൽ ചോദിക്കുക. നിങ്ങൾ ഹവാല നടത്തുന്ന ആളാണ് എന്ന് പറയുകയാണെങ്കിൽ ഡിഫർമേഷൻ കേസിൽ കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ആക്ഷേപിച്ചിട്ടില്ല ഇല്ല എന്ന ആ വരികൾ വായിച്ചാൽ അതൊക്കെ മനസ്സിലാവും. ശരി, അങ്ങ് പറഞ്ഞത് അത് വളരെ പ്രസക്തമാണ്. അത് വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയങ്ങളുടെ ആരോപണങ്ങളിൽ കുറെ കൂടി വ്യക്തത ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഒരു പൊതുമധ്യത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനായ ഭാവിയുടെ വാഗ്ദാനം എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒട്ടേറെ ചെറുപ്പക്കാർ എല്ലാ പക്ഷത്തും രാഷ്ട്രീയത്തിലുണ്ട്. അവർക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് നമ്മുടെ നിലപാടിൻ്റെ ഭാഗമേ അല്ല. ഞങ്ങൾക്കും അങ്ങനെ ഒരു നിലപാടില്ല. നേരത്തെ താങ്കൾ വിമർശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ വന്ന ആരോപണങ്ങൾ, നടക്കുന്ന ചർച്ചകൾ, അതിൽ സ്വാഭാവികമാണല്ലോ ഇത്തരം ചോദ്യങ്ങൾ. ആരോപണങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങൾ വരുന്നതാണ്. ശ്രീ റജി ലൂക്കോസ്, ഇപ്പോൾ പ്രതിപക്ഷ നിരയിലെ വളരെ പ്രധാനപ്പെട്ട യുവ നേതാക്കളിൽ ഒരാളാണ് പി കെ ഫിറോസ്. ആരോപണത്തിൻ്റെ പുകമറയിൽ സംശയനിഴലിൽ നിർത്തി ഇമേജ് ഇടിക്കുക എന്നതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ശ്രീ ഷാഫി ചാലിയം പറഞ്ഞതിൻ്റെ ആകത്തുക. എന്തെങ്കിലും കഴമ്പുണ്ടായിരുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തില്ലേ? അന്വേഷണ ഏജൻസികൾ ഇടപെടില്ലേ? അതെന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ആരോപണത്തിന് പോലും ഒരു ഫുൾ സ്റ്റോപ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റായി ആരോപണം വരുന്നില്ല. അതൊരു ചോദ്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇടുകയാണ്. മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകൻ ജോലി ചെയ്താൽ, ഒരു ബിസിനസ് നടത്തിയാൽ, അങ്ങനെ വരുമാനമുണ്ടാക്കിയാൽ ആർക്ക് എന്ത് പ്രശ്നം എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. മാത്രമല്ല, CPM-ഉം DYFI-യും ഈ ആരോപണങ്ങളെ ഏറ്റെടുത്തിട്ടില്ല. അത് KT ജലീൽ മാത്രമായി നിൽക്കുന്നു. അതെന്തുകൊണ്ട്? അപ്പോൾ ഒരു പുകമറ എന്ന വാദത്തെ, എന്ന മറുപടിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഷാഫി ചാലിയത്തിന് അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചില്ലാതെ അഭിനയിക്കുന്ന, അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കാത്തതാണല്ലോ. വളരെ 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 കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് റെസ്പെക്ട് ഉള്ളൂ. മുസ്ലിം ലീഗിൽ ഒരു വേറിട്ട വ്യക്തിത്വമാണ് ഷാഫി ചാലി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അവരുടെ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, ഇവരെ പോലുള്ളവർക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരാ. ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ശത്രുത കാണുന്നവരല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഒരു പൊതുപ്രവർത്തകൻ ആരോപണം നേരിടുമ്പോൾ അയാൾ അത് വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അയാൾ പൊതുസമൂഹത്തിനോട് അഡ്രസ് ചെയ്യേണ്ട ആളാ. പൊതുസമൂഹത്തിനോട് ബാധ്യതയുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഷാഫി ചാലി ബിസിനസ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞത്? അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഈ PK നവാസിനെ കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ, കേരള റെസ്പെക്ടോട് കാണുന്ന ആ നേതാവിനെ കുറിച്ച് എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഇവിടെ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉന്നയിച്ചപ്പെട്ടൊരു വ്യക്തി വന്നിട്ട് ഈ അഡ്രസ് പോലും പറയാതെ കൊണ്ട് തനിക്ക് ഇതിന് അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നത്? ഇത് മാത്രമല്ല, ഇപ്പൊ നേരത്തെ മാതൃഭൂമി കൈരളി ചോദിക്കുന്നത് ഷാഫി പറഞ്ഞു. ആ മാതൃഭൂമിയുടെ ഡ്യൂട്ടി എന്താ? മാധ്യമങ്ങളുടെ ഡ്യൂട്ടി ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പോഴത്തേക്ക് അത് വാർത്തയാക്കുക, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീരും. KT ജലീൽ നാളെ ഒരിക്കലും ഈ പത്രസമ്മേളനോട് വരത്തൂല. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ജനാധിപത്യത്തിൽ നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരല്ലേ? അങ്ങനെയാണെന്നുണ്ട് ഒറ്റ ചോദ്യം. ഇവിടെ ബിനീഷ് കൊടിയേരുടെ കാര്യം പറഞ്ഞു. ബിനീഷ് കൊടിയേരുടെ പേരിൽ ഈ PK ഫിറോസ് കൊടിയ ആരോപണങ്ങളുമായിട്ട് പത്രസമ്മേളനം നടത്തി. ബഹുമാനപ്പെട്ട കൊടിയേര് മനുഷ്യൻ ജീവിച്ചിരിക്കെ തന്നെ എല്ലാരെയും വേദനിപ്പിച്ചു. അദ്ദേഹത്തിന് അകാലത്തിൽ വേദനിപ്പിച്ചു. 1 വർഷം 6 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി ആ കോടതി പരാമർശിച്ചത് എന്താ? ഒരു തെളിവും കിട്ടിയിട്ടില്ല, യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. അതേസമയം ഈ PK ഫിറോസിന്റെ സഹോദരനെ കുറിച്ച് ആരോപണം വന്നില്ല. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ആരെങ്കിലും ശരി, അതൊക്കെ മറ്റൊരു ഭാഗമാണ്. അങ്ങ് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നാണ്. സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ ഷാഫി ചാലിയം, ഒരു വിശദീകരണം ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഈ വിവാദം അല്ലെങ്കിൽ ഈ ഒരു ആരോപണം അതിവിടെ അവസാനിക്കും, ഇതൊരു വെറും ഒരു ഉണ്ടയില്ലാ വെടിയായി തീരും എന്ന് കരുതേണ്ടതുണ്ടോ?
അല്ല, എൻ്റെ സുഹൃത്ത് റെജി ലൂക്കോസ് എന്നെക്കുറിച്ച് നവാസിനെ കുറിച്ചൊക്കെ പറഞ്ഞ നല്ല വാക്കുകൾ, വളരെ നന്ദി. എന്നാൽ PK ഫിറോസിനെ അങ്ങേക്ക് അറിയുമോ? ബന്ധമുണ്ടോ? ഞങ്ങളെപ്പോലുള്ള ബന്ധം PK ഫിറോസുമായി? എനിക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടിയാൽ തിരക്കില്ലായിരുന്നു. എന്നിട്ട് ഞാൻ സംസാരിക്കാം. എന്നോടാണോ? റെജി ലൂക്കോസ് കേൾക്കാവോ? എന്നോടാണോ? അതെ, അങ്ങയോടാണ്. അതെ 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 അതെ. അങ്ങേക്ക് എന്നോടും യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയക്കാരിലെല്ലാം നിങ്ങൾക്ക് കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന ആരോപണം നമുക്ക് സമയം വളരെ അല്ല, ഓക്കെ ശ്രീ ഷാഫി ഞാൻ അദ്ദേഹവുമായി പ്രശ്നമുണ്ടോന്നില്ല. അദ്ദേഹമായി എന്തെങ്കിലും ബന്ധമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ റെജി ലൂക്കോസ് തീർച്ചയായും നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് PK ഫിറോസ്. അദ്ദേഹവുമായി സംസാരിക്കാത്തതിന്റെ കുഴപ്പമാണ്. കേരളത്തിലെ ഏറ്റവും നല്ല, ഈ സ്റ്റേറ്റിന് തന്നെ ഏറ്റവും വലിയ ഭാവിയുള്ള, നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ആ കുട്ടി ഫിറോസ്. അത് മനസ്സിലാക്കണം. ഞാൻ ഫിറോസിനെ അടുത്തറിഞ്ഞവനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫിറോസിനോട് പോലും വിശദീകരണം ചോദിക്കാതെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ്, എനിക്ക് പൂർണ്ണമാണ്. ആ ചെറുപ്പക്കാരൻ വളരെ സംശുദ്ധ രാഷ്ട്രീയം നടത്തുന്നവനാണ്. നിങ്ങൾക്കറിയില്ലേ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്ക് പറഞ്ഞു, ഞാൻ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഒരു ദിവസം 1500 തൊട്ട് 2000 രൂപ വരെ ഞാൻ ഫ്യൂവൽ അടിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ പാർട്ടി അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. സംസ്ഥാന പ്രസിഡന്റ് മുനവൃത്തങ്ങൾ അതിന് അധികാരം തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. 5-6 കൊല്ലമായി അദ്ദേഹം യൂത്ത് ലീഗിന്റെ ഭാരവാഹിത്വം. എന്തുകൊണ്ടാണ്? അതങ്ങൾ മനസ്സിലാക്കി, സംശുദ്ധതയാണ്. അത്രയും നല്ല എന്ത് പറഞ്ഞാലും ഉന്നയിക്കുന്നു, തിരിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരോപണങ്ങൾ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നു, പൊതുവിടത്തിൽ ചർച്ചയാകുന്ന ആ പശ്ചാത്തലത്തിലാണ് ശ്രീ റെജി ലൂക്കോസ് ഒപ്പം ശ്രീ ഷാഫി ചാലിയും ഈ വിഷയത്തിൽ നിങ്ങളുടെ കൂടി അഭിപ്രായം തേടിയത്. സമയം അവസാനിക്കുകയാണ്. നന്ദി ഇരുവർക്കും.